ഇന്നത്തെ IPL മത്സരത്തിൽ ഡൽഹിയും ചെന്നൈയുമാണ് നേർക്കുനേർ വന്നത്. ഇതുവരെ ഒരു മാച്ചിൽ പോലും തോൽക്കാതെയാണ് CSK ഇന്ന് കളിക്കാനിറങ്ങിയത്. എന്നാൽ ഡൽഹി ആകട്ടെ കളിച്ച 2 മാച്ചിലും തോറ്റിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ CSK ഡൽഹി മാച്ചിന്റെ റിവ്യൂ ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇന്ന് ഫസ്റ്റ് ബാറ്റ് ചെയ്തത് ഡൽഹി ആയിരുന്നു. അവർക്ക് മികച്ച തുടക്കമായിരുന്നു ഇന്ന് ലഭിച്ചത്. പൃഥ്വി ഷായും ഡേവിഡ് വാർണറും ഓപ്പണിംഗിൽ ഇറങ്ങി. രണ്ടുപേരും മികച്ച ബാറ്റിംഗ് ആണ് പുറത്തെടുത്തത്. ഡേവിഡ് വാർണർ 52 റൺസ് എടുത്തിട്ടുണ്ടായിരുന്നു. അതേസമയം തന്നെ പൃഥ്വി ഷോ 43 റൺസ് എടുത്ത് ഔട്ടായി. ഓപ്പണിംഗിൽ മികച്ച പ്രകടനം പുറത്തെടുത്തതാണ് ഡൽഹിക്ക് ഇന്ന് കരുതായത്. അതുമാത്രമല്ല, മധ്യനിരയിൽ ഋഷഭ് പന്ത് വെടിക്കെട്ട് ബാറ്റിംഗ് ആണ് പുറത്തെടുത്തത്. 32 ബോളിൽ 51 റൺസാണ് ഋഷഭ് പന്ത് അടിച്ചുകൂട്ടിയത്. ആ പഴയ ഋഷഭ് പന്തിനെയാണ് നമ്മൾ ഇന്നത്തെ മത്സരത്തിൽ കണ്ടത്. ഇതോടുകൂടി കൂറ്റൻ ടാർഗറ്റാണ് ഇന്ന് ഡൽഹിക്ക് ലഭിച്ചത്. 20 ഓവറിൽ 5 വിക്കറ്റ് നഷ്ടത്തിൽ 191 റൺസാണ് ഡൽഹി എടുത്തിട്ടുണ്ടായിരുന്നത്. ശേഷം ചെന്നൈ സെക്കൻഡ് ബാറ്റിംഗിന് ഇറങ്ങി. ചെന്നൈക്ക് തുടക്കം തന്നെ പിഴയ്ക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. രവീന്ദ്രയും ഋതുരാജുമാണ് ഇന്നിംഗ്സ് ഓപ്പൺ ചെയ്തത്. തുടക്കത്തിൽ തന്നെ ഋതുരാജ് 1 റൺസ് എടുത്ത് ഔട്ടായി. ശേഷം താരത്തിന് പിന്നാലെ രവീന്ദ്ര 2 റൺസ് എടുത്ത് പുറത്തായി. ഇതോടുകൂടി CSK ഒന്ന് പേടിച്ചു. പിന്നീട് വന്നത് രഹാനെയായിരുന്നു. രഹാനെ വന്നതും അടിച്ചു കളിച്ചു. 45 റൺസ് എടുത്താണ് രഹാനെ പുറത്തായത്. എങ്കിലും ചെന്നൈ ടീമിന്റെ റൺ റേറ്റ് കുറവായിരുന്നു. പിന്നീട് ഡാറി മിച്ചലും ശിവൻ ദുബൈയും വന്നു. രണ്ടുപേരും സ്ലോ ബാറ്റിംഗ് ആണ് പുറത്തെടുത്തത്. റൺസ് ഒരുപാട് ആവശ്യമായിരുന്നു. എന്നാൽ CSKയുടെ കയ്യിൽ ബോളുകൾ ഉണ്ടായിരുന്നില്ല. ഓരോ ഓവർ കഴിയുമ്പോഴേക്കും CSK ഡൗണായി വരികയായിരുന്നു. അവസാനം 25 ബോളിൽ 75 റൺസ് എന്ന അവസ്ഥയിലേക്ക് CSK എത്തി. ഈ സമയത്ത് ക്രീസിലുണ്ടായിരുന്നത് ജഡേജയും ധോണിയുമായിരുന്നു. ചെന്നൈക്ക് ഇന്ന് നല്ലൊരു ഓപ്പണിംഗ് ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല. അത് ചെന്നൈക്ക് ഇന്ന് തിരിച്ചടി ആയിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ മത്സരത്തെ പറ്റി വിലയിരുത്തിയാൽ 2 ടീമും നന്നായി കളിച്ചിട്ടുണ്ട്. കളിയെ പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.